Hello everyone, Mufida, your mind and life transformational coach. ലൈഫ് മാറണമെന്ന് പല ആളുകൾക്കും ആഗ്രഹമുണ്ട്. ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല ഇപ്പൊ നിൽക്കുന്ന അതേപോലെ ഇനി അടുത്ത വർഷം വരുമ്പോൾ ഇതേപോലെ തുടരാൻ ആരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഇന്ന് നിൽക്കുന്ന നിലനിൽപ്പില് ഇതിനേക്കാൾ പതിമടങ്ങ് ഉയർച്ചയിലും അത് സാമ്പത്തിക സ്ഥിതിയിലാണെങ്കിലും ഏത് ഏരിയയിലാണെങ്കിലും പതിമടങ്ങ് വർദ്ധിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളുടെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? അല്ല എന്നാണ് ഉത്തരം എന്നുണ്ടെങ്കിൽ അതിന് എന്ത് വഴിയാണ് തേടേണ്ടത്? നമുക്കറിയാം നമ്മളെ ലൈഫ് എങ്ങനെയാ മാറുക എന്നൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മളെ ചിന്ത മാറിയാൽ നമ്മളെ ലൈഫ് മാറും. നമ്മൾ ഒരുപാട് കോഴ്സുകളിലൊക്കെ കേട്ടിട്ടുള്ള കാര്യമാണ് വാട്ട് യു തിങ്ക് യു ബിക്കം എന്നുള്ളത്. നിങ്ങൾ എന്താണോ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായിട്ട് നിങ്ങൾ മാറും. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ എന്താണ് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോ റീസെന്റ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പാസ്റ്റിൽ കഴിഞ്ഞു പോയിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് സ്റ്റിൽ ഇപ്പോഴും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റെല്ലാ വീഡിയോ സ്ക്രോൾ ചെയ്തതിന്റെ ഇടയിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കാം ഇത്. ഈ വീഡിയോ എടുത്തു നോക്കാനും കാരണം ഇതിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക തന്നെ. അപ്പോ നമ്മളെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം ചിന്തിച്ചാലേ അതിലൊരു മാറ്റം കൊണ്ടുവരുത്താൻ പറ്റുള്ളൂ. ഏതൊരാളിപ്പോ വേറൊരാൾ വിചാരിച്ചാലും നമ്മളെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരുത്താൻ പറ്റും, മാറ്റത്തിന് കാരണമാവാൻ പറ്റും. പക്ഷെ ആ മാറ്റത്തിനുള്ള ആക്ഷന് നമ്മൾ എടുത്താൽ മാത്രമേ ആ മാറ്റത്തിന് കാരണമാവാൻ ഒരു മെൻറ്റർക്ക് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ലൈഫ്, നമ്മളുടെ ചിന്ത മാറിയാൽ നമ്മളെ ലൈഫ് മാറും. എന്നാ പിന്നെ ചിന്ത അങ്ങോട്ട് മാറ്റിയ പോരെ, ചിന്തയിൽ ഒരു ക്ലാരിറ്റി വരുത്തിയ പോരെ. നമ്മള് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് ചിന്ത ഫോക്കസ് കിട്ടണം എന്നത് ചെറിയ കാര്യമല്ല. നമ്മളെ മൈൻഡ് പവർ യൂസ് ചെയ്തിട്ട് നമുക്ക് ലൈഫിനെ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. എല്ലാവർക്കും അറിയാം മനഃശക്തി ആവശ്യമാണ്. നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഏത് മേഖല കൈകാര്യം ചെയ്യുകയാണെങ്കിലും അതിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ, അതിൽ ഗ്രോത്ത് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ മനക്കരുത്തിന്റെ ടിപ്സും അതിന്റെ ടൂൾസും ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ഇതൊക്കെ ദിനം നമ്മളെ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ നമുക്ക് അതിന്റെ വാല്യൂ തിരിച്ചറിയുന്നതും ഇത് നമ്മളെ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനും ഒരു കാര്യം നമ്മുടെ ലൈഫ്, അതായത് ഒരു താഴ്ച അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ ഒരു പ്രയാസം ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമുക്ക് ലൈഫിൽ മാറ്റം കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്ത ഒക്കെ തുടങ്ങും. അതിനു മുന്നേ നമുക്ക് ഇപ്പോഴുള്ള പോയ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ആ കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്യണം എന്ന് ഒരു താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ആരാണോ ആക്ഷൻ എടുത്ത് ഇപ്പൊ ഒരു കാലം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാലാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് ഈ പ്രപഞ്ചം പോലും, നമ്മൾ എന്തും തീവ്രമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം അതിനു വേണ്ടി വഴിയൊരുക്കി തരും നമുക്കറിയാം. അങ്ങനെ അത്തരത്തിൽ ഭാഗപ്പെടുത്തുന്ന ഒരു ആക്ഷൻ നമ്മളടുത്ത് നിന്ന് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത്രയും ലൈഫിൽ അത്ര ഒരു സാഹചര്യം നമ്മൾ മുന്നിൽ വരണം. അല്ലെങ്കിൽ ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് വരുന്നതോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ, അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോഴാണ് ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണമെന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങും. ആ മാറ്റത്തിൻ നമ്മളെ തുടക്കമാണ്, അതായത് നമ്മളൊരു ലൈഫിൽ ഒരു ചേഞ്ചസിന്റെ ഒരു തുടക്കമാണ് ആ ഒരു ചിന്ത എന്ന് പറയുന്നത്. ആ ചിന്തയിൽ ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞാല് നമ്മളെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് നമുക്ക് വരുത്താം. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ സ്റ്റിൽ എന്തൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു മനുഷ്യന് ഒരു ദിവസം 60,000 ചിന്തയിലൂടെ ഒരു മനുഷ്യന് കടന്നു പോകുന്നുണ്ട്. ആ 60,000 ചിന്ത എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് നിങ്ങൾ ചിന്തിക്കുന്ന 60,000 ചിന്ത എന്തിനെ കുറിച്ചാണ്? നിങ്ങളെ ലൈഫിന്റെ ഇല്ലായ്മയെ കുറിച്ചാണോ, പരാതിയെ കുറിച്ചാണോ, അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ലൈഫിനെ കുറിച്ചാണോ, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ നിങ്ങൾ സ്റ്റിൽ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അത് തന്നെ ആയിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ലൈഫിന്റെ ഓർഡർ നമ്മൾ മാത്രമാണ്. അത് റീക്രിയേറ്റ് ചെയ്യണം, റീറൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മാത്രം അതിന് അവകാശമുള്ളൂ. അതിലെന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. അപ്പോ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ ചിന്ത മാറിയാൽ നമ്മളെ ലൈഫ് മാറും എന്നുണ്ടെങ്കിൽ ചിന്തയിൽ ക്ലാരിറ്റി വരുത്തിയാൽ മതി എന്നുള്ളത്. ഈ ചിന്തയിൽ ക്ലാരിറ്റി വരുത്തുക, അല്ലെങ്കിൽ മൈൻഡ് പവർ യൂസ് ചെയ്തിട്ട് കൺസിസ്റ്റൻസി ആയി നമ്മളുടെ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് ഫോളോ ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് മൈൻഡ് പവർ യൂസ് ചെയ്തിട്ട് ലൈഫിന്റെ ഏതൊരു ഏരിയയും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പോ എല്ലാം നമുക്കുണ്ട്. ഇപ്പോ ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആണ്, നമ്മളെ റിലേഷൻഷിപ്പ് അടിപൊളിയാണ്, നമുക്ക് വെൽത്ത് ആയിട്ട് നമ്മൾ സ്റ്റേബിൾ ആണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ നമുക്ക് അതിലൊന്നും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് അവിടെയാണ് നമ്മൾ അതിന്റെ എലമെന്റ് തേടി യാത്ര ചെയ്യുക. അപ്പോ എന്താ
നമ്മളുടെ ഉള്ളിലേക്ക് നോക്കാത്തിടത്തോളം കാലം, നമ്മളെ സ്വയത്തെ അറിയാത്തിടത്തോളം കാലം നമുക്ക് ഒരാള് ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ നിമിഷത്തിൽ മൈൻഡ്ഫുൾനെസ് ആയി ജീവിക്കാൻ പറ്റുക, ഈ മൊമെന്റിൽ എല്ലാ കാര്യവും ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർക്കാണ് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുക. അതായത് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാവാം. അതിന്റെ മൈൻഡ്ഫുൾനെസ് ടോക്ക് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് സീരീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് എന്താ കോഴ്സുകളും കോച്ചിങ്ങുകളും ഒക്കെ നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. പക്ഷെ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ പാസ്റ്റിലുള്ള നമ്മളെ സ്റ്റെക്കായി പോരുന്ന പ്രശ്നങ്ങളിൽ നിന്ന്, പാസ്റ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ്, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ചിന്ത നമ്മളുടെ ലൈഫിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു തോട്ട് നമ്മളെ മൈൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് പാസ്റ്റിനെ കുറിച്ചുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കതിൽ മാറ്റം വരുത്താൻ പറ്റൂല. കാരണം അത് പാസ്റ്റത്തെ കാര്യമാണ്, അത് കഴിഞ്ഞു പോയല്ലോ. ഇനി അതേക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. പാസ്റ്റിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് എന്റെ ലൈഫ് ഇങ്ങനെ, അല്ലെങ്കിൽ ഇന്ന വ്യക്തി എന്റെ ലൈഫിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം നമ്മളിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പാസ്റ്റിനെ കുറിച്ചാണ് എന്നുണ്ടെങ്കിൽ അത് അവിടെ ഒഴിവാക്കുക. അതിനെ കുറിച്ച് നമ്മൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല. അത് നമുക്ക് അവിടെ റീറൈറ്റ് പറ്റില്ല. നമുക്ക് ഈ മൊമെന്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഫ്യൂച്ചറിലേക്ക് നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ചില ആളുകൾക്കുണ്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ഭയങ്കര ആവലാതി, സ്വയത്തെ കുറിച്ച് നമ്മൾ എന്താവും, നമ്മളെ ഫ്യൂച്ചർ എന്താവും, നമ്മളെ മക്കൾ എന്താകും, എല്ലാ കാര്യത്തിനോടും ഒരു ഭയം ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ. ഫ്യൂച്ചറിനോട് എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഇത് ശരിയാവോ, അല്ലെങ്കിൽ ഇത് ഞാൻ എടുത്താൽ ശരിയാവോ എന്നൊക്കെ ഉള്ള ഒരു, അതായത് ഫ്യൂച്ചറിനെ കുറിച്ചും പാസ്റ്റിനെ കുറിച്ചും ആവലാതിപ്പെടുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ മൊമെന്റിൽ എൻജോയ് ചെയ്യാൻ പറ്റൂല. മൈൻഡ്ഫുൾനെസ് ആയിട്ട് ജീവിക്കുക അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ആയി നിലനിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊമെന്റിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ള, ഈ മൊമെന്റിൽ മാക്സിമം എത്രത്തോളം നമുക്ക് നമ്മളെ ആസ്വദിക്കാനും നമ്മളുടെ ലൈഫ് ആസ്വദിക്കാനും അതിൽ നിന്ന് ഗ്രോത്ത് നേടാനും, അതായത് ഈ മൊമെന്റ് എൻജോയ് ചെയ്യാത്തവർക്ക് ഒരിക്കലും ഫ്യൂച്ചറിലേക്ക് മൂവ് ഓൺ ചെയ്യാനോ അതിലൊരു സാധ്യതകൾ കണ്ടെത്താനോ പറ്റൂല എന്നുള്ളത്. അപ്പോ ഇന്നത്തെ സീരീസിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യങ്ങൾ, നമ്മൾ ഒരു ഒരു തോട്ട് നമ്മളെ മൈൻഡിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇത് പാസ്റ്റിനെ കുറിച്ച് ഞാൻ ഓർക്കുന്ന കാര്യമാണ്. ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ സ്റ്റക്ക് ആയിരിക്കാം പാസ്റ്റിനെ കുറിച്ച് ഓർത്തിട്ട്, ഇപ്പോഴും സ്റ്റിൽ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്ത, മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളായിരിക്കാം. അതിപ്പോ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ബന്ധങ്ങളിലെ വിള്ളലുകളായിരിക്കാം, മറ്റേ എന്ത് എന്ത് കേസ് എടുത്ത് നോക്കുകയാണെങ്കിലും അതിൽ സ്റ്റെക്ക് ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഹീൽ ചെയ്ത് പോവാത്തടത്തോളം കാലം ഈ മൊമെന്റിൽ, അതായത് ആ മുറിവുകൾ നമ്മൾ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ആ ഭാരം കയറ്റിയിട്ടാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ നമുക്ക് ഈ മൊമെന്റിൽ ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റൂല. ലൈഫ് ഈസ് എ ബ്യൂട്ടിഫുൾ ഈസി ആൻഡ് എഫേർട്ട്ലെസ് എന്നുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ ഈ മൊമെന്റിലെ മൈൻഡ്ഫുൾനെസ് ആയിട്ട് ഈ മൊമെന്റിൽ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ എൻജോയ് ചെയ്ത് മൊമെന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ആക്ഷൻ എടുത്ത് ഗ്രേറ്റ്ഫുൾ ആയിട്ട് നിലനിൽക്കാൻ പറ്റുന്ന ഒരാൾക്കാണ് ഫ്യൂച്ചറിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു തോട്ട് വരുമ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഇത് പാസ്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യമാണോ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ആണോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റൂല. സ്റ്റിൽ നമ്മൾ ഈ മൊമെന്റിൽ എന്താണോ ആവശ്യം, ഈ മൊമെന്റിൽ നിലനിൽക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ മൊമെന്റിലാണോ ഞാൻ നിൽക്കുന്നത്, ഈ മൊമെന്റിലാണോ എന്റെ തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ തോട്ട്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നെഗറ്റീവായ ഒരു തോട്ട് നമ്മളെ മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അപ്പൊ തന്നെ, പൊതുവേ എല്ലാവരുടെയും ഒരു ധാരണയിൽ എങ്ങനെ നെഗറ്റീവായ തോട്ട്സ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലേക്ക് ഏറ്റെടുക്കുകയും, നെഗറ്റീവ് ന്യൂസ് കേൾക്കുമ്പോൾ അതൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് നമ്മൾ അതിന്റെ ഒരു ന്യൂസ് കേട്ട ആ ന്യൂസിന്റെ ഫുള്ള് എങ്ങനെയാണ്, എന്ത് സംഭവിച്ചു, എങ്ങനെയാന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനത്തെ ഉള്ള നെഗറ്റീവ് ന്യൂസുകൾ നമ്മളൊന്ന് മാറി നിന്ന് ഈ മൊമെന്റില് നമ്മൾക്ക് നമ്മളെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളത്. ദാറ്റ്സ്